നമസ്കാരം. ജോജോ ജോസഫിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അനിത പോൾ. രാത്രി 9 മണിയായപ്പോഴാണ് ഒരാഗ്രഹം മനസ്സിലേക്ക് കയറിയത്, മീൻപീര ഉണ്ടാക്കി കഴിക്കണമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നെത്തോലി മീനിൻ്റെ ഒരു പാക്കറ്റ് ഫ്രോസൺ കിട്ടിയായിരുന്നു. അപ്പോൾ ജോജോ എന്നോട് പറഞ്ഞു, നമുക്കത് മീൻപീര ആക്കിയാലോ, നമുക്കത് വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ മണി 9:30 ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും എല്ലാം പതുക്കെ ഒന്ന് പെട്ടെന്നൊക്കെ സെറ്റപ്പ് ചെയ്തു വീഡിയോ ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മീൻപീര ഉണ്ടാക്കി. എൻ്റെ മമ്മി കൊണ്ട് പറഞ്ഞു തന്നൊരു ഓർമ്മ ഇരിപ്പുണ്ട് എങ്ങനെയാണ് മീൻപീര. ഞാൻ അങ്ങനെ അധികം മീൻപീര ഉണ്ടാക്കാറില്ല. ഒരിക്കൽ മത്തി കിട്ടിയപ്പോൾ കുറച്ച് മത്തി കൊണ്ട് പീര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നെത്തോലി തന്നെയാണ് ഫ്രോസൺ, ഇവിടെ അടുത്തുള്ള മലയാളി കടയിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് മീൻപീര ഉണ്ടാക്കുന്നത്. മീൻപീര പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. മീൻപീര ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട. നല്ല ടേസ്റ്റായിട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് മീൻപീര ഉണ്ടാക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് മുളക്. ഇത് എൻ്റെ ഫ്രണ്ട് ഇവിടെ തന്നെ വീട്ടിൽ ഉണ്ടായതാണ്. ആശ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് തന്നതായത്. ആശയ്ക്കൊരു താങ്ക്സ് ഈ സമയത്തൊക്കെ പറഞ്ഞേക്കാം. ഇത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഫ്രഷ് കറിവേപ്പില. ഇതെൻ്റെ ഫ്രണ്ട് സ്റ്റെല്ല തന്നതാണ്. എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ കുറച്ച് തേങ്ങ. ഇത് ഫ്രോസൺ ആണ്. ഞാനിങ്ങനെ കവറിനകത്ത് എടുത്ത് വെച്ചേക്കാണ്. ഇതിനി ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് 30 സെക്കൻഡ്സ് ഒന്ന് മൈക്രോവേവ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങയായിട്ട് ഇത് വരും. പിന്നെ പൊടിയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി. അടുത്തതായിട്ട് വേണ്ടതാണ് ഉപ്പ്. പുളിയായിട്ട് ഞാൻ ചേർക്കുന്ന കുടംപുളിയാണ്. കുടംപുളി കുറച്ച് എടുത്തിട്ട് ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ച് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി ഒന്ന് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുളിക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ ആണ് ഈ മീൻ പീര ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഫ്രോസൺ മീൻ ഇതാണ്. ഞാൻ കുറച്ച് പുറത്തൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്രീസിങ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്ന് വേർപെട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ആണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഉണ്ടോ, ആലപ്പുഴ, കേരള, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഈ പേരൊക്കെ ഇവിടെ വെച്ച് വായിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഇത് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു നെത്തോലി മീനാണ്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും എന്നുള്ളൊരു വിചാരത്തിൽ തന്നെയാണ് ഇത് ഞാൻ മീൻപീര വയ്ക്കാൻ പോകുന്നത്. ചട്ടിക്കകത്തേക്ക് നമുക്കിനി നെത്തോലി ഇടാം. നമുക്കിനി ഒന്ന് കഴുകിയേക്കാം എന്തായാലും അല്ലേ. നെത്തോലി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നെത്തോലി ഓൾറെഡി തലയും അത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വരുന്നുണ്ട്. അവർ ക്ലീൻ ആയിട്ടാണ് സംഭവം വരുന്നത്. അത് നമുക്ക് ജോലി എളുപ്പമായി. അല്ലെങ്കിൽ നെത്തോലി നുള്ളുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. എന്തായാലും ഇതിങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചില നാടുകളിൽ ഈ നെത്തോലിക്ക് കൊഴുവാന്നും ഒക്കെ പറയും. ഇപ്പം എനിക്കൊരു സിനിമയുടെ പേര് ഓർമ്മ വരികയാണ്, നെത്തോലി ഒരു ചെറിയ മീനല്ല. ഓക്കെ, ചൂട, നെത്തോലി എന്നൊക്കെ ഇങ്ങനെ പല 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 പേരുകളിൽ ഈ കുഞ്ഞൻ മീൻ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഞാൻ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതങ്ങിടാം. ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ. ഈ മീൻ പീര വറ്റിച്ചത്, മീൻ തോരൻ എല്ലാം ഇതൊക്കെ തോരൻ്റെ ഭാഗത്തിൽപ്പെടുന്നതായതുകൊണ്ട് നമുക്ക് സവോള ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയാം. സവോള അരിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി. ഞാൻ കുറച്ച് ഇഞ്ചി കൂടുതലിട്ട്, കാരണം എൻ്റെ മമ്മി ഈ മീൻപീര വയ്ക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇഞ്ചി കുറച്ച് കൂടുതൽ ഇടുകയാണ്. പിന്നെ പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടി കുറച്ചിടാം. ഞാൻ നേരത്തെ കാണിച്ചു മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇത് നമ്മുടെ തേങ്ങാപ്പീര ഞാൻ മൈക്രോവേവിൽ വെച്ചപ്പോൾ നല്ല ഫ്രഷ് തേങ്ങ പോലെ ആയിട്ടുണ്ട്. ഫ്രോസൺ ആയിരുന്നു. ആ തേങ്ങയും കൂടി ഇട്ടു. തേങ്ങ കുറച്ച് കൂടുതലായിക്കോട്ടെ, കാരണം മീൻ പീരയല്ലേ, ടേസ്റ്റ് ആയിരിക്കും. അടുത്തായിട്ട് ഞാൻ വിടാൻ പോകുന്നത് പുളിയാണ്. പുളി ഇങ്ങനെ വെള്ളമുണ്ട്, ആ വെള്ളം അങ്ങ് ഒഴിച്ചിട്ട്, കാരണം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ മീൻ വേകുമ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും. നമുക്ക് പിന്നെ ഈ കുടംപുളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചിയിടാം.
കുടംപുളി മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ള സാധനമാണ്, അതുകൊണ്ട് അങ്ങ് വെന്തലിഞ്ഞാലും അത് കഴിക്കാൻ കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില. നമുക്ക് ഈ തേങ്ങാപ്പീര വേണമെങ്കിൽ ചതച്ച് ഇടാം, ചിലർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് കറക്കിയിട്ടിടും. ഞാൻ എന്തായാലും എളുപ്പപ്പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഇതിനെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഉപ്പൂടിടാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അടയ്ക്കാൻ വന്നപ്പോഴാണ് വിചാരിച്ച കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. കറിവേപ്പില എന്തായാലും ധാരാളം നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് അതടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇരിക്കട്ടെ, ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് ഈ തവിയുടെ അറ്റം കൊണ്ടൊന്ന് ഇളക്കി കാണിക്കാം. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു, ഒരു 5 മിനിറ്റോളമൊക്കെ ആയി. അപ്പം നല്ല ആവി വരുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ടേക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുടംപുളി ഇങ്ങനെ മീനിലിട്ട് ആ ഒരു വേവുന്നൊരു മണമുണ്ടല്ലോ. ഇപ്പം എനിക്ക് നാട്ടിലെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടയാതെ ഇളക്കണം. തവിയുടെ അറ്റം വെച്ചിട്ട് ഉടയാൻ ചാൻസ് ഉണ്ട്, എന്നാലും മാക്സിമം. പിന്നെ തീ മിനിമത്തിൽ അങ്ങിട്ടേക്കാം നമുക്ക് മാക്സിമം. ഇനിയിപ്പോൾ ഇത് വേവേണ്ടത് തീ കുറഞ്ഞ്, ഏറ്റവും കുറഞ്ഞ ചെറിയ ഫ്ലെയിമിൽ അത് വേവട്ടെ. നേരത്തെ നമ്മൾ ഇളക്കിയതുപോലെ തന്നെ ഒന്ന് ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചേക്കാം. ഒന്നുകൂടെ ആവി കയറിക്കോട്ടെ. ഞാൻ നോക്കിയപ്പോൾ മീനൊക്കെ നല്ലതായിട്ട് വെന്തിരിപ്പുണ്ട്. ചട്ടി നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ടൊന്ന് എടുത്ത് വെച്ചു. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് ടേസ്റ്റ് മേക്കർ, ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി വരുന്നത്. പച്ച വെളിച്ചെണ്ണ. ലാസ്റ്റ് ഒന്ന് ഇളക്കി. അങ്ങനെ കൊഴുവ തോരൻ അല്ലെങ്കിൽ നെത്തോലി പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന്. എൻ്റെ ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റാണ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായി. അങ്ങനെ കൊഴുവ തോരൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ മീൻ പീര പറ്റിച്ചത്, അല്ലെങ്കിൽ കൊഴുവ തോരൻ, അല്ലെങ്കിൽ നെത്തോലി തോരൻ, നെത്തോലി പീര പറ്റിച്ചത്, ഏത് പേരിൽ വേണമെങ്കിലും പറയാം നമുക്ക്. സിമ്പിളായിട്ട്, അതായത് ഞാൻ അരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തതാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ചെയ്തതാണിത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പുളിയും ഉപ്പും എല്ലാം ചേർന്ന് നല്ല കറക്റ്റായിട്ടത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ പീരയാണെന്നത്. ഇത് ഈ മടിയന്മാർക്ക് അല്ലെങ്കിൽ മടിച്ചുകൾക്കൊക്കെ പറ്റിയ ഒരു, അതായത് അരയ്ക്കുകയും പൊടിക്കുകയും ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കും അല്ല ചെറുപ്പക്കാർക്കും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻസായിട്ട് അറിയിക്കുക. അങ്ങനെ എന്തായാലും മീൻ പീര പറ്റിച്ച ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ സ്നേഹപൂർവ്വം ഓസ്ട്രേലിയയിൽ നിന്ന്.